ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുതാ ജയ. എല്ലാവർക്കും നമസ്കാരം. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് അധ്യായം 12. താപസോത്തമൻ തന്നെ തൊഴുതു കുതൂഹലാൽ ഭൂപതിയായ മിഥിലാധിപൻ ചോദ്യം ചെയ്താൻ. വൈശാഖകർമ്മം അനുഷ്ഠിച്ചിടും ജനങ്ങൾക്കു കേശവൻ പ്രസാദിച്ചു ധർമാർത്ഥ കാമാദികൾ. ആശപൂണ്ടവയെല്ലാം കൊടുത്തു സുഖിപ്പിച്ചു നാശമില്ലാതെ മോക്ഷം ഒടുക്കം നൽകുമെന്നും നിന്തിരുവടിയുടെ വചസ ബോധിച്ചതു അന്ധത തീരായകയാൽ ഒന്നുണ്ടു ചോദിക്കുന്നു. അത്ര മാഹാത്മ്യമുള്ള യാതൊരു കർമ്മം ലോകേ സിദ്ധമല്ലാതെ വരുവാൻ എന്തുമൂലം മുനെ കേൾക്ക നീയെങ്കിൽ അതിൻ കാരണം ചൊല്ലിയിടുവൻ. പോഷ്കല്ല 3 ഗുണജാതങ്ങൾ ധർമ്മമെല്ലാം തത്വധർമ്മങ്ങളിതു ശോഭിപ്പാൻ പണിതുലോം. സത്യമീപ്പാരിലില്ല അന്യധർമ്മങ്ങൾ സിദ്ധം. ഐഹികങ്ങളാം അർത്ഥപുത്രമിത്രസ്ഥാനാദി മോഹത്താൽ തമോ ഗുണധർമ്മങ്ങൾ ചെയ്തു നിത്യം. അങ്ങനെയുള്ള ജനം ഏറുക കൊണ്ടുപാരിൽ തിങ്ങിന തമോ ഗുണധർമ്മങ്ങൾ വിഖ്യാതമായി. പിന്നെ രാജസധർമ്മം ധരിക്കും നൃപോത്തമ ചെന്നങ്ങു സ്വർഗലോകം പ്രാപിപ്പാൻ ഇച്ഛ പൂണ്ടു. ഏറ്റവും പണിപ്പെട്ടു പല നാൾ ദുഃഖിച്ചിടും മറ്റുമില്ലാതെ ദ്രവ്യം ഹഴിച്ചു യഥാവിധി. യാഗാദിയായ കർമ്മജാലവും ചെയ്തു നാഗഭോഗസിദ്ധിക്കു കൊതിച്ചിടുന്നു കിഞ്ചിൽ ജനം. ഇച്ചൊന്ന ഗുണം രണ്ടും ആക്ഷിതമായിട്ടത്രേ നിശ്ചയമന്യകർമ്മം ഉത്തമെന്നറിഞ്ഞാലും. ക്ഷുദ്രാസന്മാരായി ബഹുകർമ്മങ്ങൾ ചെയ്തു ജനം സത്വരം കാമ്യാനുപാസിക്കുന്നു തമോധർമാൽ. ഐഹിക പാരത്രിക ദാനസാത്വിക ധർമ്മം മോഹിതന്മാരാം മൂഢജനങ്ങളറിയുമോ? കുറ്റമല്ലതു മഹാമായ വൈഭവമല്ലോ. ചെറ്റു ഒരു കാരണമുണ്ടു ചൊല്ലാം. കീർത്തിമാനായ നിർവന്യക്ഷാഗോകുലെ ബഹുകീർത്തിമാനായി ക്ഷിതിപാലനം ചെയ്യും കാലം. മൃഗനന്ദനവൻ സകല ഗുണാലയൻ മൃഗയാ വിവശനായി ദഹനമകമ്പുക്കു. നിഖില ദുഷ്ട സത്വസഞ്ചയം കൊല ചെയ്തു സുഖമേ നടക്കുമ്പോൾ അകമേ നിരൂപിച്ചു. ഗുരുവാം വസിഷ്ഠരെ കണ്ടുപോകേണമെന്നോർത്തരികൾ കുലകാലൻ നടക്കും ദശാന്തരെ. സരസം ഓരോ കൗതൂഹലങ്ങൾ മാർഗേ മാർഗേ നരപാലകൻ കണ്ടു ചെന്നിടും വിധോ. മുനിമാർ തണ്ണീർ പന്തൽ നിർമ്മിച്ചിടുന്നു ചിലർ. അനുമോദേന ജലം ദാനം ചെയ്യുന്നു ചിലർ. ഛായാമണ്ഡപങ്ങളെ നിർമ്മിച്ചിടുന്നു ചിലർ. തോയശുദ്ധിയെ ചെയ്തിടുന്നിതു ചിലരെല്ലാം. വിശ്രാന്തന്മാരായുള്ള വിപ്രരെ കാണും നേരം സശ്രദ്ധന്മാരായി നിന്നു വീഴുന്നു ചില ദിക്കിൽ. ഫലമൂലങ്ങൾ ഇക്ഷു സുഗന്ധാദികളിവ ഫലവും ഭക്തിയോടെ ദാനം ചെയ്യുന്നു ചിലർ. ഭൂപതിവരൻ ഇവ കണ്ടു സന്തോഷം പൂണ്ടു താപസകുമാരന്മാരോടേവം ചോദ്യം ചെയ്താൻ. നിങ്ങളാരെന്നും പുനരെന്തിതിൻ ഫലമെന്നും മംഗലശീലന്മാരെ ചൊല്ലുവിൻ പരമാർത്ഥം. നൃപകേൾ വസിഷ്ഠന്റെ ശിഷ്യന്മാരല്ലോ ഞങ്ങൾ ഉപദേശിപ്പാൻ ഗുരുശാസനമുണ്ടായില്ല. കേൾക്കേണം ഭവാനെങ്കിൽ ചോദിക്ക ഗുരു തന്നോടാഖ്യാനം ചെയ്യുമെന്നാൽ അഖിലം ഗ്രഹിച്ചിടാം. യുക്തം താപസവരർ അരുളി ചെയ്ത നേരം പൃഥ്വിപാലകൻ പുനരാശ്രമകമ്പുക്കു. വന്ദിച്ചു നിൽക്കുന്നൊരു മന്നവൻ തന്നെ കണ്ടു നന്ദിച്ചു മാർഗക്ഷമമെല്ലാമേ തീർത്തിരുത്തി. സുഖമുൾക്കൊണ്ടു പിന്നെ തൊഴുതു ചോദ്യം ചെയ്തു അഖിലജ്ഞാനമൂർത്തെ ചൊല്ലേണം എന്നോടിപ്പോൾ. നിന്തിരുവടിയുടെ ശിഷ്യർകൾ ചെയ്യും കർമ്മമെന്തതിൻ ഫലമെന്നും എന്തിതിൽ വിധിയെന്നും കേൾക്കേണമെന്നു നിർബന്ധം കേട്ട് മുനി കേൾക്ക വൈശാഖമാഹാത്മ്യങ്ങളെല്ലാമെങ്കിൽ. വിഷമചിത്തന്മാരായി സർവകർമ്മവും വിട്ട് വിഷയാസക്തന്മാരായുള്ളവരെന്നാകിലും വൈശാഖ സ്നാനം ചെയ്താൽ അവൻ്റെ പാപമെല്ലാം ആശുപേർപ്പെട്ടു വിഷ്ണുഭക്തനായി വരും അവൻ.
ഈ വ്രതം ഉപേക്ഷിച്ചു മറ്റുള്ള വ്രതാദിയും കേവലം ധ്യാനതപോദാനാദി ഫലം ദൂരാൾ സ്നാനദാനാദി കർമ്മം മാധവേ ചെയ്തിടാഞ്ഞാൽ ദീനനായവൻ പിറന്നിടും ചണ്ടാലവംശേ തൽക്കാലേ യഥാവിധി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടു ഭക്തവത്സലം രമാ വല്ലഭം ഭജിച്ചാകിൽ ജപധ്യാനത്തെ കൊണ്ടു മാധവൻ പ്രസാദിക്കും സലീലദാനം തുഷാർത്തന്മാർക്കെന്നതുപോലെ അല്പധർമ്മങ്ങൾ അക്കാലത്തു ചെയ്യുന്നതാകിൽ കൽപ്പേറും വനാന്തരെ വല്ലിക്കുമെന്ന പോലെ മാധവകർമ്മം കിഞ്ചിൽ ചെയ്താകിൽ വർദ്ധിച്ചിടും നാശമില്ലതിനെന്നു കേശവപ്രസാദത്താൽ അതു കാരണം ഭവാൻ ആചരിക്കണം അതുനാജനൈ സർവേ ആചരിപ്പിക്കാസകെ സദ്ദിഷ്ടധർമ്മമേകും ചെയ്യാതോരവൻ തന്നെ നിർദ്ദയം ദണ്ഡിപ്പിക്ക വേണം നീ നൃപോത്തമ മന്ത്രസംയുതം ഉപദേശിച്ചു നൃപേന്ദ്രനെ ശാന്തനാം നൃപൻ കൂപ്പി സ്തുതിച്ചു പുറപ്പെട്ടു തൽപുരം ബുക്കു രാജ തൽപ്രജാസംഘത്തോടും കേൾപ്പേറും വൈശാഖധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ അമ്പോടും വ്രതം തുടങ്ങിയിടിന ദിനത്തിൻ്റെ മുമ്പിലെ ദിനം വേരി ഘടിപ്പിച്ചത്യുച്ഛമായി 9 വയസ്സായുള്ള ജനമെല്ലാവരും 80 താഴെയുള്ള വൃദ്ധരും മഹാവ്രതം എമ്പമോടനുഷ്ഠിച്ചിടാകിലോ ദണ്ഡിപ്പിക്കും മുമ്പിനെ തന്നെ വിചാരിച്ചു സേവിക്കാനാഥ രാജ്യത്തിൽ എല്ലായിടവും ഈ വണ്ണം അറിയിച്ചു പൂജനാം നൃപനേവം ചെയ്തു സേവിക്കും കാലം പുത്രനാകിലും നിജവല്ലഭരെന്നാകിലും മിത്രരാകിലും ഗുരുഭൂതന്മാരെന്നാകിലും വൈശാഖധർമ്മം വെടിഞ്ഞിടുകിൽ ഹനിച്ചിടും സംശയമേതുമില്ല എന്നും കൽപ്പിച്ച ശേഷം ഓരോരോ ദേശങ്ങളിൽ ഓരോരോ വിദ്വാൻമാരെ പാരാതെ നിയോഗിച്ചു തന്മാഹാത്മ്യത്തെ ചൊൽവാൻ തുരങ്കം 10 അധിപതിയായി വരുന്ന നരനെ 5 ദേശേഷധർമ്മച്ഛേദനത്തിനായി ഭൂതലം തന്നിൽ എല്ലാം ഇങ്ങനെ നിയോഗിച്ചു മാധവപ്രിയൻ മനുജാധിപൻ ഭക്തിയോടെ മുഖ്യമാം ദാനാദികൾ ചെയ്തു താൻ ചെയ്യിപ്പിച്ചും സൗഖ്യത്തെ വരുത്തിനാൻ എല്ലാവർക്കും ഒരുപോലെ തൽക്കാലം മരിച്ചുള്ള മനുഷ്യരെല്ലാവരും ചൊൽക്കൊണ്ട വൈകുണ്ഠമാം ലോകം പ്രാപിക്കേയുള്ളൂ എല്ലാവർക്കും ഭക്തിയില്ലെന്നാകിലും നൃപഭയാൽ നല്ല ധർമ്മങ്ങൾ ചെയ്തു വിഷ്ണുലോകം പ്രാപിക്കും നരകം തന്നിലിതു നരനില്ലാതെ വന്നു പെരുകേതത്തോടും ഇരുന്നു ധർമ്മരാജൻ ദുഷ്കൃതം എഴുതുവാനില്ലാഞ്ഞു ചിത്രഗുപ്തൻ ദുർഗർവം നീങ്ങി പൂർവ്വ രേഖകൾ മാഞ്ഞിതെല്ലാം ശൂന്യമായി വന്നു സുരനരകാലയങ്ങളും മാന്യമായുള്ള മാർഗം കാണുകയാൽ അതുകാലം കാലലോകത്തിനുള്ള വഴിയും ആശുതോർന്നു കാലവിസ്മയം ചൊൽവാൻ എഴുതോ വിരിഞ്ചനും നാരദ മുനി എന്നാൾ ഏകദാ കൃതാന്തനെ പറഞ്ഞു ചെന്നുകൾ നാരദ മുനി തന്നാൾ ഏകദാ കൃതാന്തനെ ചാരത്തു ചെന്നു കണ്ടു പൂജിച്ചു ധർമ്മരാജൻ വന്ദിച്ചു നിൽക്കും അവൻ തന്നോടു നാരദനും മന്ദഹാസവും ചെയ്തു മന്ദമായി അരുൾ ചെയ്തു നരകവാസി ജനരോധനം കേൾപ്പാനില്ല കാരണമെന്തോ പുരാ ഘോരമായി കേൾക്കാമല്ലോ സ്വസ്ഥനായി നിന്നിടുവതെന്തടോ ചിത്രഗുപ്തൻ കൃത്യരാമ ഇവർക്കേതും വേലയിക്കാലമില്ലേ ദീനമാനുഷ മഹാരോദനം കേട്ടിടായിൽ മാനസി സുഖനിദ്ര ബോധനങ്ങളിലുണ്ടോ നാരദവാക്യം കേട്ടു ദൈന്യത്തോടേവം ചൊന്നാൻ പാരതിൽ ഒരു നിർവന്നിക്കാലം ജാതനായാൻ ഭൂമിപാലകൻ വിഷ്ണുപാലകനാകുന്നുപോൾ ഭൂമോ വൈശാഖധർമ്മം ആചരിച്ചിടുന്നുപോൾ സ്വപുരവാസികളും ഈ വണ്ണം തന്നെ വ്രതനൃപശാസനം കൊണ്ടു മാധവം സേവിക്കുന്നു സുഹൃതധർമ്മങ്ങളും അക്കാലമനുഷ്ഠിച്ചു മാധവലോകം പ്രാപിച്ചിടുന്നു ജനമെല്ലാം സ്വർഗലോകവും മമലോകവും വൃതാവിപ്പോൾ മാർഗവും ജംഗമവ്യാപ്തമായി മഹാമുനെ കഷ്ടമിക്കാലം നൃപൻ വൈശാഖധർമ്മം കൊണ്ടു കാഷ്ടമെന്നതുപോലെ ആക്കിനാൻ നൃപാത്മജൻ
ധർമ്മരാജോക്തി പുനരീവണ്ണം കേട്ട നേരം നിർമ്മലനായ മുനി മന്ദഹാസേന ചൊന്നാൻ, സ്വസ്ഥനായി തന്നെ വൃത കാലക്ഷേപണം ചെയ്തു ബുദ്ധിവിക്രമന്മാർക്കു യോഗ്യമല്ലേതൂമടോ. സ്വസ്ഥനല്ലഹമെങ്കിൽ കണ്ടാലും മഹാമതേ മർത്യനാമിവൻ തന്നെ പക്ഷേ കൊല്ലുവൻ യുദ്ധേ. സ്വാമി കൽപ്പിതം ചെയ്വാൻ ശക്തിയില്ലെന്നു വന്നാൽ മാമുനെ വിത്തേനിഹ ജീവിതം ദോഷഫലം. വന്നതെന്നിലും ഇനി ചെറ്റുപോൾ ചെയ്യുന്നേൻ ഞാനില്ല സംശയമേതും എന്നുറച്ചെഴുന്നേറ്റു. യാത്രയും ചൊല്ലി മുനി പോയി മറഞ്ഞനന്തരം ഓർത്തു കൽപ്പിച്ചുറച്ചു തരസാ ചിത്തം തന്നിൽ. അന്ധത തീർന്നു പുനരന്തകൻ വിരവോടെ മന്ത്രിപുങ്കവന്മാരെ വിളിച്ചു ചൊല്ലിയിടിനാൻ. കീർത്തിമാനായ നൃപൻ തന്നോട് യുദ്ധത്തിനു ധാത്രി മണ്ഡലം നോക്കി നടക്ക നാമെല്ലാരും. നാനാസേനകളോടും വീരിയും അടിപ്പിച്ചു ഭാനുനന്ദനൻ പോരിനടുത്തു വിരവോടെ. 50 കോടി സംഖ്യ സേനയോടൊരുമിച്ചു അമ്പഴും അയോധ്യ പൊക്കിയിടിനാൻ ധർമ്മരാജൻ. കീർത്തിമാനുടെ രാജധാനിയെ ചെറ്റു വളഞ്ഞാത്തിടേടിയിടും ശംഖും എടുത്തു വിളിച്ചപ്പോൾ നടുങ്ങി ജനമെല്ലാം. പ്രാസാദാദികളെല്ലാം ഇടിഞ്ഞു വിളർന്നുടൻ വീണിതു ഭൂമി തന്നിൽ. കലങ്ങി സമുദ്രങ്ങൾ കുലുങ്ങി ശൈലങ്ങളും വിലങ്ങിടുവാൻ പണി പതംഗ നികരവും. ശംഖനാദത്തെ കേട്ടു ഭൂപതി നോക്കും നേരം ഹുങ്കൃതി പൂണ്ട ബലം ചൂഴവേ കാണായി വന്നു. ആരി വരുന്നു നിനച്ചമ്പോട് നോക്കും നേരം ഘോരമാഹിഷാരൂഢനായ പൂരുഷം കണ്ടു. തന്മനം കൊണ്ടന്നേരം ചിന്തിച്ചു ധരാധിപൻ ധർമ്മരാജൻ താനിവൻ എന്നതു നിർണയിച്ചു. നമ്മുടെ ജനമിതിൽ പുറത്തു മിക്കവാറും ധർമ്മദൂതരെ കണ്ടാൽ മാനുഷരബലന്മാർ. തരണീകുലേ മുന്നം ജനിച്ചു നൃപതികൾ വരനെ കണ്ടാൽ ഭയപ്പെടുമാറില്ല നൂനം. തരണീസുതനിവനോടു ഞാൻ എന്തു ചെയ്വൂ കരുണാകര വിഷ്ണു ശരണം മറ്റില്ലാരും. സ്മരിച്ചു ഭഗവാനെ ക്ഷണത്തിൽ നിജവില്ലും ധരിച്ചു ബാണങ്ങളും ധരിച്ചു യുദ്ധത്തിനായി. നടിച്ചു നൃപസേന മടിച്ചു കൊണ്ടു നിലവിളിച്ചു കാലൻ പടവിളിച്ചു ശത്രുക്കളെ. കളിച്ചു യുദ്ധം ചെയ്തു മരിച്ചും ചില ജനം ഒഴിച്ചു നിന്നു ചിലർ കുതിച്ചു ചെന്നും ചിലർ. പിടിച്ചു വില്ലുമമ്പും പറിച്ചു വേഗത്തോടെ മുറിച്ചങ്ങെറിഞ്ഞിട്ടടിച്ചു ഗത കൊണ്ടു. പൊടിച്ചു ഭൂമി തന്നിൽ പതിച്ചും ചിലർ കൈകാൽ പിടിച്ചു ഞെരിക്കുന്നു മരിച്ചു ബലം ശാപം. കുലച്ച് ബാണങ്ങളെ പൊഴിച്ചു വൈരിമാറിൽ തറച്ചു ഭയം പൂണ്ടു വിറച്ചും ചിലരപ്പോൾ. ജ്വലിച്ചു കോപത്തോടങ്ങയച്ചു ശസ്ത്രങ്ങളാൽ പൊളിച്ചു മാറിലേറ്റം തിളച്ചു വരും ചോര. കുടിച്ചു മതിച്ചാർത്തും ചിരിച്ചിടുന്നു ചിലർ യമസേനയും നരസേനയുമേവം തത്ര. സമരായി നിന്നു കിഞ്ചിൽ സമരം ചെയ്തവാറേ മൃത്യുമുമ്പായ മഹാശക്തന്മാരണഞ്ഞപ്പോൾ. മർത്യസേനയും ഓടി പാർത്ഥിവ പാർശ്വത്തോളം ഓടും തന്നെ സേന ഭൂപതി വീരൻ കണ്ടു. പാടവമേറും ബാണഗണങ്ങൾ തൂകിയിടിനാണി മകങ്കരാധിപൻ തീരേറ്റു തോറ്റു. ശമന പാർശ്വത്തോളം ഓടിനാൻ അതു നേരം അമിത ബലനാകും യോഗനും യുദ്ധം ചെയ്തു. വിമലനായ നൃപ ശസ്ത്രങ്ങൾ വരും നേരം തടുത്തുകൂടാ എന്നു നനച്ചു മന്ദം മന്ദം. കടുത്തം വെച്ചു വാങ്ങി നിൽക്കുമ്പോൾ മൃത്യുദാനം ഹരികളുടെ കുല മറുതി വരുവാനായി. പെരികെ ദിവ്യാസ്ത്രങ്ങൾ പൊഴിച്ചോരനന്തരം കരുത്താൾ വരും ശസ്ത്രമറുത്തു ധരാപതി. തിളച്ചു മൃത്യുതൻ്റെ കരങ്ങൾ തളർന്നപ്പോൾ മഹിഷാസുരൻ പണ്ടുമായോടെന്ന പോലെ. മഹിഷമേറി വന്നു മതമോടർക്കാത്മജൻ ശംഖനാദങ്ങൾ കൊണ്ടും സിംഹനാദങ്ങൾ കൊണ്ടും. സംഖ്യയില്ലാത യമകിങ്കരൻ നാദം കൊണ്ടും സങ്കടം 3 ലോകത്തിങ്കലും വർദ്ധിച്ചതോ. ശങ്കര ഹര എന്നു പുകഴ്ത്തും ദശാന്തരെ കീർത്തിമാനോടു സമവർത്തി വന്നെതിർത്തേറ്റം. കൂർത്തുമൂർത്തുള്ള ബാണം പർത്തുവേ വേദിയിടിനാൻ ദിവ്യനാം നൃപൻ സമം പൊരുതും അതുകൊണ്ടു.
ദിവ്യബാണങ്ങൾ തൂകിത്തുടങ്ങി ധർമ്മരാജൻ. മാരുതാസ്ത്രത്തെ പ്രയോഗിച്ചിതു ധർമ്മരാജൻ. ധീരനാം നൃപൻ ശൈലാസ്ത്രം കൊണ്ടു നിഷേധിച്ചു വരകാസ്ത്രത്തെ അയച്ചിടിനാൻ പിതൃപതി. ഗരുഡാസ്ത്രേണ തടുത്തിടിനാൻ നരാധിപൻ. പാലകാസ്ത്രത്തെ പ്രയോഗിച്ചിതു യമനപ്പോൾ. ഭൂവരൻ വരുണാസ്ത്രം തന്നാലെ നിഷേധിച്ചു അന്ധകാരമാം അന്ധകനയച്ചപ്പോൾ. ചിന്തിച്ചു നൃപൻ അരുണാസ്ത്രേണു മാറ്റിയിടിനാൻ വരുന്ന ദിവ്യാസ്ത്രങ്ങൾ. തടുത്തേറ്റം വരുന്ന കോപം സഹിയാഞ്ഞതിൻ മധ്യേ നൃപൻ പടുത്ത് മൂടും തിരഞ്ഞെടുത്ത ബാണം ഞാണിൽ തൊടുത്തു വേഗം ചെവി കടിച്ചു ലക്ഷ്യം കണ്ടു വലിച്ചു നിറച്ചതിൽ അയച്ചു ശരം ചെന്നു. തൊടുത്തു വേഗം ചെവി കഴിച്ചു ലക്ഷ്യം കണ്ടു വലിച്ചു നിറച്ചതിൽ അയച്ച് ശരം ചെന്നു. തറച്ചു ദണ്ഡപാണി തന്നെ കൂർച്ചത്തിങ്കൽ വിറച്ചു ദണ്ഡപാണി തിളച്ചു വരും ചോര. ഇഴിച്ചേനതുമൂലം ഇഴിച്ചു കൂടാഞ്ഞവൻ പഠിച്ചു വീഴ്ത്തിവാരം നടിച്ചു ദണ്ഡം എടുത്തു വിരിഞ്ഞാസ്ത്രം അഭിമന്ത്രിച്ചു ഭക്തിയായച്ചു കാലദണ്ഡം ജ്വലിച്ചു ചെല്ലും നേരം. ദഹിച്ചു നൃപനെന്നു നനച്ചു കാണും ജനം. ആഹാ ദൈവമേ കഷ്ടം കഷ്ടമെന്നോതും വിധോ. സാഹസം വെടിഞ്ഞവൻ ഈദൃശം നിരൂപിച്ചു. വ്യത്യസ്ത്രമില്ല കാലദണ്ഡത്തേനെന്നു കണ്ടു. സ്വസ്ഥനായി നിന്നേടിനാൻ ഭഗവൽ ഭക്തി പൂണ്ടു. ഭക്തനാം നൃപനുടെ സങ്കടം കണ്ട നേരം ഭക്തവത്സലൻ നിജ ചക്രത്തെ നിയോഗിച്ചു. കാലദണ്ഡത്തെ തടുത്തേറ്റവും കോപത്തോടെ കാലനെ കൂടെ ദഹിച്ചിടുവാൻ സഹസ്രാരം മുതിർന്നു ചെല്ലുന്നതു കണ്ട നേരത്തു നൃപൻ പുകഴ്ന്നു ഭക്തിയോടും അഴിഞ്ഞ ചിത്തത്തോടും. സഹസ്രഭാനുവോടി സഹസ്ര നിപൂജയ. സഹസ്രരായ നമോ കാരുണ്യമൂർത്തേ ജയ. അഹിതകുല വനദഹന ജയ ജയ. അഹിനാശനാനാഥ നിജസംസ്ഥിത ജയ. പരിപാലയ ധർമ്മം പാലയ ധർമ്മം പര. പുരുഷപ്രിയ ജയ പരമ ജയ ജയ. ധർമ്മരാജനെ ദഹിപ്പിക്കല്ല കഷ്ടം കഷ്ടം. നിർമ്മലമൂർത്തേ തസ്മൈ നമസ്തേ നമോ നമ. കീർത്തിമാനിത്തം സ്തുതി ചെയ്തപ്പോൾ സുദർശനമൂർത്തി വൈകുണ്ഠലോകം പ്രാപിച്ചു മരുവിനാൻ. അത്ര വൈഭവമുള്ള വൈശാഖമാഹാത്മ്യത്തിൽ ഉക്തമായതു മയ ദ്വാദശാധ്യായം സഖേ. ഇതി വൈശാഖമാഹാത്മ്യേ ദ്വാദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.